നമസ്കാരം. GST5 ഇന്ത്യയിലേക്ക് സ്വാഗതം. ഞാൻ ലക്ഷ്മി. GSTN പ്രഖ്യാപിച്ച പുതിയ ഇ-വേബിൾ സിസ്റ്റം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രധാന അറിയിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 2026 ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് നേരത്തെ അറിയിച്ചിരുന്ന രണ്ട് പ്രധാന ഇ-വേബിൾ ഫീച്ചറുകൾ നടപ്പിലാക്കുന്നതിനുള്ള സമയപരിധി നീട്ടിക്കൊണ്ട് GSTN പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ബിൽ ടു ഷിപ്പ് ടു ഇടപാടുകളിൽ ഷിപ്പ് ടു GSTN നിർബന്ധമായി രേഖപ്പെടുത്തണമെന്നതാണ് ആദ്യത്തെ മാറ്റം. പുതുതായി അവതരിപ്പിച്ച ഇ-വേബിൾ വോളണ്ടറി ക്ലോഷർ സൗകര്യമാണ് രണ്ടാമത്തെ മാറ്റം. വ്യാപാര സംഘടനകള്, വ്യവസായ പങ്കാളികള്, ERP സേവനദാതാക്കള്, മറ്റു ബന്ധപ്പെട്ടവർ എന്നിവരിൽ നിന്ന് നിരവധി അപേക്ഷകൾ ലഭിച്ചതായി GSTN അറിയിച്ചു. സിസ്റ്റം മാറ്റങ്ങൾ വരുത്തുന്നതിനും API ഇന്റഗ്രേഷൻ, ERP സജ്ജീകരണം, പരിശോധനകൾ, മാസ്റ്റർ ഡാറ്റ അപ്ഡേറ്റുകൾ എന്നിവയ്ക്കുമായി ഇവർ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നു. ഈ അപേക്ഷകൾ പരിഗണിച്ചും നികുതിദായകർക്ക് ബുദ്ധിമുട്ടില്ലാതെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ അവസരമൊരുക്കുന്നതിനുമായി സമയപരിധി നീട്ടാൻ GSTN തീരുമാനിച്ചു. അതനുസരിച്ച് ഷിപ്പ് ടു GSTN നിർബന്ധമാക്കുന്നതും ഇ-വേബിൾ വോളണ്ടറി ക്ലോഷർ സൗകര്യവും ഇനി നടപ്പിലാക്കുക. 2026 ജൂൺ 15 പകരം 2026 ഓഗസ്റ്റ് 1 മുതലായിരിക്കും. ഈ സമയപരിധി നീട്ടൽ നികുതിദായകർക്കും GST സുവിധാ പ്രൊവൈഡർമാർക്കും ERP വെണ്ടർമാർക്കും ട്രാൻസ്പോർട്ടർമാർക്കും മറ്റുള്ളവർക്കും കൂടുതൽ സമയം നൽകുന്നു. അവരുടെ സാങ്കേതികവും പ്രവർത്തനപരവുമായ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കും. പുതുക്കിയ തീയതിക്ക് മുമ്പായി സിസ്റ്റം മാറ്റങ്ങൾ, പരിശോധനകൾ, പ്രവർത്തന സജ്ജീകരണം എന്നിവ പൂർത്തിയാക്കാൻ ഈ അധിക സമയം പ്രയോജനപ്പെടുത്തണമെന്ന് GSTN എല്ലാവരോടും നിർദ്ദേശിച്ചു. ബിൽ ടു ഷിപ്പ് ടു ഇടപാടുകൾ നടത്തുന്ന നികുതിദായകർ പുതിയ തീയതിക്ക് മുമ്പ് ഷിപ്പ് ടു GSTIN വിവരങ്ങൾ രേഖപ്പെടുത്താൻ തങ്ങളുടെ സിസ്റ്റങ്ങൾ സജ്ജമാണെന്ന് ഉറപ്പാക്കണം. അതുപോലെ വോളണ്ടറി ക്ലോഷർ സൗകര്യം ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവരെ പുതിയ രീതികൾ മനസ്സിലാക്കുകയും നിലവിലുള്ള സിസ്റ്റങ്ങളുമായി അത് ശരിയായി ബന്ധിപ്പിക്കുകയും വേണം. ബിസിനസ്സുകൾക്കും ലോജിസ്റ്റിക്സ് പ്രവർത്തനങ്ങൾക്കും തടസ്സമില്ലാതെ മാറ്റങ്ങൾ നടപ്പിലാക്കാനുള്ള GSTNന്റെ ശ്രമമാണ് ഈ സമയപരിധി നീട്ടലിലൂടെ വ്യക്തമാകുന്നത്. GST5 ഇന്ത്യക്ക് വേണ്ടി ലക്ഷ്മി റിപ്പോർട്ട് ചെയ്യുന്നു. വിശ്വസനീയമായ GST നിർദ്ദേശങ്ങൾക്കും പോർട്ടൽ അപ്ഡേറ്റുകൾക്കും അറിയിപ്പുകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക.